ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ചോറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷം റീനുവിന് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം നെയ്ച്ചോറ്, ബീഫ് കറി, കോഴിക്കറി ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ബീഫ് കഴിക്കേണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ കാന്താരി മുളക് കൊണ്ടാട്ടം, പിന്നെ അങ്ങനെ വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റീനു നിൽക്കാൻ വരില്ലേ. പിന്നെ ഡിന്നറാട്ടോ അത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോൾ നോക്കിയാലും ചോറ് കഴിക്കുന്ന വീഡിയോ ആണ് കാണുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോറ് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. കാണുമ്പോൾ എല്ലാവർക്കും കൊതിയാവുമല്ലോ. അപ്പം അങ്ങനെ. അപ്പം എനിക്ക് പിന്നെ ബീഫ് കറി ആട്ടോ ഇഷ്ടം. അപ്പം ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയും കൂട്ടിയിട്ട് ഊണ് കഴിക്കാം. പിന്നെ റീനും ഞാനും റൂഹിയും മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. റോസ് തിരിച്ച് പോവാണ്. റോസിന് നെക്സ്റ്റ് ഡേ എക്സാമാണ് കേട്ടോ. അപ്പം ഭയങ്കര വിഷമമുണ്ട് ആൾക്ക് പോവാൻ. ഇനി ഒരാളുടെ സന്തോഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. റോസും ഇക്കയും കൂടി പോയപ്പോൾ ഇക്കാൻ ഒറ്റയ്ക്ക് വിടാൻ റൂഹിക്കൊരു സങ്കടമാണ്. അപ്പം റോസ് പോകുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ. അവൾക്ക് ഇവിടെ നിൽക്കും വേണം. പപ്പ നാളെ വരുന്നു. നാളെ വന്നോലേ. സങ്കടമായി റൂയിക്ക്? നോക്കട്ടെ. ഞാനിവിടെ വൈകുന്നേരം നിൽക്കാൻ വരും. രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും വരണമെങ്കിൽ. തിരിച്ച് രാവിലെ പോകുന്നത് ഒരു 7 മണി 8 മണി ആ സമയത്ത് തിരിച്ച് പോവുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് കിടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സമാധാനമില്ല. കാരണം ഒരുപാട് പണികളുണ്ട്. അപ്പം വീട് പണീൻ്റെ അവിടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ പണികളുണ്ട്. അപ്പം റീനും റൂഹിയും എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. പിന്നെ ഞാനും വിക്കി മാത്രമേ പോകുന്നുള്ളൂ. വീട് പണീൻ്റെ അവിടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട് കാലിക്കറ്റ്, അവിടേക്കും പോകണം. പിന്നെ നമ്മൾ വീട് പണീൻ്റെ അവിടേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. നമ്മൾ വന്ന പാടന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞോ? സ്റ്റോൺ കഴിഞ്ഞ് ഇനി ആവശ്യമുണ്ടോ? हिंदी मुझे नहीं मालूम. नहीं. തോടാ പഠിക്കണം ശരിയാവില്ല. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. അല്ല, ഇത് ഒഴിച്ചിരുന്നത് സെറ്റാക്കിയിരുന്നു ആണോ? നമ്മൾ ഈ കാർ ഷെഡിൻ്റെ കൂടെയുള്ള ഈ ഒരു റൂമിൻ്റെ ആ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സീലിംഗ് വെച്ചില്ലേ. കയറിക്കോട്ടെ. അപ്പം ഇവിടെയാണ് ഡോറ് വരുന്നത്. ഡോറുണ്ടല്ലോ. ഇതിനകത്ത് ഗ്ലാസ് വരും. ഡോർ ഇങ്ങനെ വെച്ചപ്പോൾ ഇത് ചെറുതായ പോലെ ഉണ്ടല്ലേ. അത് മതില്ലേ. പിന്നെ ഇത് മൊത്തം ഗ്ലാസ്സാണ്. ഒരു 3 സൈഡിൽ ഗ്ലാസ്സാണ്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ആ സൗണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതായത് ഇങ്ങനെയാണ് എൻട്രൻസ്, ഇവിടെയാണ് സ്റ്റെപ്സ്. ഇങ്ങനെ 2 സ്റ്റെപ്പ്, ഇവിടെ ഡോറ്. അപ്പം ഇത് നമ്മൾ ആക്ച്വലി ഇത് വിചാരിക്കുന്നത് സോറി ആരാണ് കളിച്ചത്? ഓക്കെ. ഇത് നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് ഒരു ഓഫീസ്, ഒരു വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ. നമ്മുടെ ആ റൂമിൻ്റെ കാർ പോർച്ച്. ഇത് റൂം. അതിൻ്റെ ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാ പണികളും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ട്, ടെഫൻ ഗ്ലാസിൻ്റെത്. ഇവിടെ ടെഫൻ ഗ്ലാസ് വരുന്നുണ്ട്, അതിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഗ്ലാസ് വരുന്നത്. അവിടെ ബേവിൻ്റെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഓരോ പണികൾ നടക്കുന്നുണ്ട്. അവിടെ ഗേറ്റിൻ്റെ പണിയാന്ന് തോന്നുന്നു ഇവിടെ നടന്നു നിൽക്കുന്നത്. മുറ്റം പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കോബിൾ സ്റ്റോണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവാം. അൻവർക്കുണ്ട്, നമ്മളെ എൻജിനീയർ അൻവർക്ക. ഇത് നമ്മളെ ഇതിൻ്റെ ടൈലാ, കിച്ചൺ ടൈല്. കിച്ചൻ്റെ മുകളിൽ ഇതാ ഈ ഒരു ടൈലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ മുറ്റത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇവിടെ ഉള്ളത് നമ്മളെ ഈ സ്റ്റെപ്സ് കയറിയിട്ട് ഇതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയും കോബിൾ സ്റ്റോണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ.
നമ്മളെ കിച്ചണിൽ വെക്കാനുള്ള വാളിൽ വെക്കാനുള്ള ടൈലാണ് കൊണ്ടുപോകുന്നത്. ഇനി അകത്ത് പോയി നോക്കട്ടെ. പിന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് ആണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ കൊണ്ടുവന്ന ടീമാണിത്. ഇവരാണ് നമ്മളെ വീട്ടിൽ ലാൻഡ്സ്കേപ്പിംഗ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ. സ്റ്റോൺ എക്സ്റ്റീരിയർ മഞ്ചേരിയാണ്. മഞ്ചേരി അല്ലേ? ഹാർഡ്സ്കേപ്പ്, ലാൻഡ്സ്കേപ്പ്, സ്റ്റോൺ എല്ലാം മൊത്തം നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വർക്കേഴ്സ് തന്നെയല്ലേ? ഓക്കെ. ഇവിടെ എന്താ ചേഞ്ചസ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ റൂംസൊക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നു. റൂംസിലെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമ്മൾ വാൾ ഫാനാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. ഈ ബെഡ്റൂമിൽ സീലിംഗ് ആണ്. പക്ഷേ ഡബിൾ ഹൈറ്റ് ഉള്ള ബെഡ്റൂംസില്ലേ അവിടെയൊക്കെ നമുക്ക് വാൾ ഫാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വാൾ ഫാനാണ് നമ്മൾ കുറച്ച് റൂംസിൽ വെക്കുന്നത്. പിന്നെ റൂംസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെ വൃത്തിയാക്കി ഇട്ടതായിരുന്നു. പക്ഷേ ഈ ഫാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും അലമ്പായി കിടക്കുന്നുണ്ട്. പിന്നെന്താ അവിടെ എന്താ എല്ലാ ദിവസവും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം മാത്രമേ കാണിക്കുക. ഇതെന്താ ഇതിപ്പോൾ പുതിയ വെച്ചാന്ന് തോന്നുന്നു. ഇത് ബെഡ് ഞാൻ വിചാരിച്ചു ബെഡ് ഈ നീക്കം ഞാൻ കണ്ടിട്ടില്ല. ആ ബെഡ് എങ്ങനെ അങ്ങനെ അത്ര എത്തിയെന്നത്, അത്ര സ്പേസ് ഇല്ല എന്നുള്ളത്. ഇവിടെ കിഡ്സിൻ്റെ റൂമാണ്. അപ്പോൾ കിഡ്സിൻ്റെ റൂമിൽ മീൻസ് മേലെ 2 റൂമുണ്ടല്ലോ മക്കൾക്ക്. അപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റഡി ടേബിൾ മതി എന്ന് പറഞ്ഞു റൂഹിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് റൂഹിൻ്റെ റൂമായിട്ടാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെഡ് കുറച്ച് കണ്ട് നീങ്ങിയിട്ടുണ്ട്. കട്ടിൽ ഹെഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഹെഡ് ബോർഡല്ല, വാളിൽ ഈ ഒരു ടെക്സ്ചർ പെയിൻ്റാണ് വരുന്നത്. എപ്പോഴും മാസ്റ്റർ ബെഡ്റൂമാണ് കാണിക്കുക, ഈ റൂം കാണിക്കാറില്ല. പിന്നെ ബാത്റൂം ഇങ്ങനെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട്. ഓക്കെ. നമ്മൾ വാഷ് ബേസിൻ്റെ പോലെ അവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒരു മിറർ വരാനുണ്ട്. പിന്നെ ഇവിടെ അല്ലേ ഈ ഒരു ഭാഗം, ഇതാണ് നമ്മളെ പ്രേയർ റൂം. ഓക്കെ. അവിടെ എന്താ ചെയ്യുന്നത്? പ്രേയർ റൂമിൽ ഡോർ വെക്കാണ്ട് അല്ലേ? ഡോറിൻ്റെ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഹൈറ്റിലാണ് ഇവിടെ ആ ഒരു ടൈൽ വെച്ചിട്ടുള്ളത്. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ ഇവിടെ എന്താ പണി നോക്കാം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. എന്താ പ്രത്യേകിച്ച് എന്താ ഇവിടെ നല്ല വൃത്തിയായിട്ട് വെച്ച റൂമായിരുന്നു. പിന്നെയും കച്ചറായി. നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ഒക്കെ കച്ചറായി. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടെ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട് ഇവർ. ഇവിടെ വയറിങ്ങിൻ്റെ ആൾക്കാരാണ്, എന്തോ പണി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ കിച്ചൺ. ഇതും പണി തീർന്നിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. പിന്നെ ഇങ്ങനെ വരും. കോഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇവിടെ സിങ്ക് വരുന്നു. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സാണ്, ടഫൻ ഗ്ലാസ്സാണ്. ടഫൻ ഗ്ലാസ് ഉണ്ടല്ലേ, സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ടല്ലോ. ഈ ഒരു ഭാഗം നമ്മളിവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ലാസ്റ്റിലെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താണെന്നുള്ളത്. എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കുന്നത് ഗ്ലാസ്സാണ്, സ്ലൈഡിങ് അല്ല, ടഫൻ ഗ്ലാസ്. അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കിവിടെ ഡോറായിരുന്നു. ഈ ഗ്ലാസ് ഇങ്ങനെ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നില്ല. ഇവിടെയും 2 സൈഡിലും ഡോറായിരുന്നു. അപ്പം നമുക്ക് 2 സൈഡിലോട്ട് ഡോറ് നല്ലതല്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പം ഒരു സൈഡിലോട്ട് ഡോറാക്കി ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കി. അപ്പം പിന്നെ ഇവിടെ ഒരു സ്പേസിൽ നമ്മൾ ഗ്ലാസ് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളു. അപ്പം മുമ്പായിരുന്നെങ്കിൽ ഞാനിവിടെ ജനൽ വെക്കുമായിരുന്നു, തുറക്കാൻ പറ്റുന്ന ജനൽ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ജനൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഗ്ലാസ് വെച്ചു. പിന്നെ സ്ലൈഡിങ് ഗ്ലാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ലൈഡിങ് ഗ്ലാസ് എനിക്ക് എന്തോ നമ്മൾ എങ്ങാനും അത് തുറന്നിട്ട് അടക്കാൻ വിട്ടുപോയാൽ പിന്നെ
ആളുകൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ടഫൻ ഗ്ലാസ് ആകുമ്പോൾ പിന്നെ പൊട്ടിച്ചല്ലാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു സേഫ്റ്റി നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ടഫൻ ഗ്ലാസ് പറഞ്ഞത് കേട്ടോ. തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു എയർ സർക്കുലേഷൻ കുറവായിരിക്കും. ബെസ്റ്റ് അവിടെ ജനലായിരിക്കും. ഓക്കെ. പിന്നെ ഞങ്ങൾക്കിവിടെ 2 ജനൽ ഓൾറെഡി ഉണ്ട്. 2 സൈഡിലോട്ടും ജനലുണ്ട്. 3 ജനലുണ്ട് ഈ ഒരു കിച്ചണിൽ. അപ്പം പിന്നെ ഒരുപാട് ജനൽ വേണ്ടാന്നും വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഈ അടുപ്പും സ്റ്റൗവും അടുത്തടുത്താന്ന് ഞാൻ പറയുന്നതല്ലേ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതിൽ ഹൈറ്റ് എത്രയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് വേണം ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ 5 അടി 1 ഇഞ്ചാണുള്ളത്, അതായത് 154 സെൻറ്റിമീറ്റർ. അപ്പോൾ എൻ്റെ പാകത്തിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതിന് 79 സെൻറ്റിമീറ്ററിലാണ് അടുപ്പ് വരുമ്പോൾ കേട്ടോ. അടുപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം 79 സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ സ്റ്റൗ വരും. അവിടെ പിന്നെ ഒന്നുമില്ല, ഇത് അടുപ്പായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ സ്റ്റൗ വരും. ഇത് ഒരേ ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് 85 പാത്രം കഴുകാൻ, കുനിയാണ്ട് പാത്രം കഴുകാനുള്ള ഒരു ഓപ്ഷനിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഹൈറ്റിൻ്റെ ഇതിനനുസരിച്ചാണ് വെക്കേണ്ടത്, അല്ലാണ്ട് എൻ്റെ ഹൈറ്റിലല്ല. ഹൈറ്റ് ഉള്ളവർ ഹൈറ്റ് കൂട്ടി വെക്കുക, ഹൈറ്റ് കുറവുള്ളത് കുറച്ച് വെക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ കേട്ടോ. ഈ അടുപ്പും സ്റ്റൗവും ഒരുമിച്ച് വെക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, ഫ്ലെയിം പ്രശ്നമാവുന്നൊക്കെ. ഇതുവരെ അങ്ങനെ പ്രശ്നം വന്നില്ല. കാരണം ഇക്കാൻ്റെ തറവാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള തറവാട് അവിടെ എങ്ങനെയായിരുന്നു, അടുപ്പും സ്റ്റൗവും അടുത്തടുത്ത് തന്നെയായിരുന്നു. എനിക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. കാരണം നമ്മൾ അടുപ്പ് വേറെ സ്റ്റൗ വേറെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗവേ യൂസ് ചെയ്യുള്ളൂ. ഇത് അടുത്തടുത്തായതുകൊണ്ട് ഇനി അഥവാ ഒരു 3 പാത്രം നമ്മൾ സ്റ്റൗ വെച്ച് വെച്ചു, 3 ഫ്ലെയിമിൽ ബേണറിൽ വെച്ച് വെച്ചു, ഇനി ഒരു സ്പേസും കൂടി വേണമെങ്കിൽ നമുക്ക് ഈ അടുപ്പും കത്തിക്കാമല്ലോ. ഒരുമിച്ചാവുകൊണ്ട് പണികൾ എളുപ്പമാവും. അപ്പോൾ ദോശയൊക്കെ നമ്മൾ അടുപ്പത്തല്ല ഉണ്ടാക്കുക. അപ്പോൾ ദോശ ഒഴിക്കുന്ന സമയത്ത് കറി ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മടിയാവില്ല അടുപ്പ് കത്തിക്കാൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് മേലൊന്ന് പോയി വെക്കാം. ഇന്ന് എപ്പോഴും താഴെയല്ല നമ്മൾ നോക്കാം. ഇവിടെ എന്താ കുറേ സ്പേസുള്ള പോലെ തോന്നി. ഇവിടെ എന്തോ കച്ചറ ഒഴിവാക്കിയെന്ന് തോന്നുന്നില്ലേ? അല്ല, ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇവിടെ എന്തോ നല്ല സ്പേസുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പം നമുക്കിനി മേലേക്ക് കയറാം. നമ്മുടെ വീട്ടിൽ ഇനി ഇവിടേക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ടീപ്പോയും 2 ചെയറും ആവശ്യമുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ വാങ്ങിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഡൈനിങ് കിച്ചണിലോട്ടുള്ള ടേബിള്, ചെയർസ്. അല്ല, ഇതിപ്പോഴും കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ ഇവന്ന് കൊണ്ടുവന്ന ബോക്സുകൾ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവരിത് കൊണ്ടുപോയിടണമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. ഇവർ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞാണ്ട് കേട്ടോ ഒഴിവാക്കാനുള്ളത്. മേലത്തെ ബെഡ്റൂമിൽ സീലിംഗ് ഫാനാണ് കേട്ടോ. അല്ല സോറി, വാൾ ഫാനാണ്. പിന്നെ AC ഉണ്ട്. നമുക്കിവിടെ ഈ ഒരു ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫാൻ വെക്കാൻ, സീലിംഗ് ഫാൻ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാൾ ഫാനാണ് 2 ബെഡ്റൂമിലും. ഹാളിലും വാൾ ഫാനാണ്. പിന്നെ ഇവിടെയും വാൾ ഫാനാണ്. ഇത് റീഡിങ് റൂമാണ്. ഇവിടെയും വാൾ ഫാനാണ്. മേലെ മുഴുവൻ വാൾ ഫാനാണ്. പിന്നെ AC ഉണ്ടാവും. ഇവിടെ യൂട്ടിലിറ്റി കേട്ടോ. യൂട്ടിലിറ്റിൻ്റെ കാര്യം ഭയങ്കര കട്ടപ്പുകയാണ്. കാരണം ഇത് നമുക്ക് വൃത്തിയാക്കാനുണ്ട്. അത്യാവശ്യ സമയത്തിട്ട് വൃത്തിയാക്കാനുണ്ട്. കുറേ വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനി ഇവിടെ വൃത്തിയാക്കാണ്ട് പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് റെഡിയാക്കി കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ വന്നിട്ട്, നാളെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമ്മൾ തന്നെ റെഡിയാക്കണം. കാരണം എൻ്റെ സാധനങ്ങൾ അതിൽ മൊത്തം കിടക്കുന്നത് ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. എന്താ തട്ടി മാറ്റി, എന്താ മറ്റേ പപ്പു മണിച്ചിത്രത്താഴിൽ കാണിക്കണ പോലെ എന്താ ആ ഓടിൻ്റെ മേലെ പൊടിയാണല്ലേ? അല്ല, അതൊക്കെ പൊടി നല്ല ഡിസൈനായിട്ട് വന്നിക്കണ, നല്ല ഡിസൈനായിട്ട് വന്നിക്കണ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്ക അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മേലെ അങ്ങനെ കിടക്കും. വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങളെ പണിയാണല്ലോ. വീട്ടിലെ ആണുങ്ങളാണ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാതെ പറയല്ലേ.
ഇതൊക്കെ പിന്നെ ഒരു പ്ലേറ്റും കൂടി എടുത്തേക്കാൻ പറ്റാതെ ഇക്കാണ്. പണ്ട് മുതലേ ഉമ്മ അങ്ങനെ ശീലിപ്പിച്ച ഇളയ മോനായതുകൊണ്ട്. ആ മറ്റേ സൈഡ് എന്താ ഇക്കാൻ്റെ ഉമ്മ ചെറിയ മോനായതുകൊണ്ട് കുറച്ച് കൊഞ്ചിച്ച് വഷളാക്കിയ ആളാണ് അല്ലേ? എന്നാ പോരി. ഹലോ ഹലോ പോര്. നിർത്തൂല. ഇത് മറ്റേ സ്ലൈഡിങ്ങാ അതോ അല്ല ഒരു ഡോർ തുറക്കണല്ലേ? അങ്ങോട്ടാ തുറക്കണ? ഓഹ് ഫുൾ. ഓ ഇങ്ങനെ വെക്കല്ലേ? ആ ഇങ്ങനെ ഓപ്പണാക്കി വെക്കല്ലേ? ഇതാണ് നമ്മളെ പ്രയർ റൂമിലെ ഡോറ്. ഇവിടെ ഗ്ലാസ്സാ? ഇതിങ്ങനെ തുറന്ന് വെച്ചാൽ മതി. ആ ഒരു കോർണർ യൂസ് ചെയ്യാൻ. ആ ലാസ്റ്റ് വരെ എറ്റും പോവും, ചുമരിലെറ്റും പോവും. ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതിയല്ലോ അല്ലേ? ഇതിപ്പോൾ നേരെ അവർ ഫിക്സ് ചെയ്തതാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് പണിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഇവിടുന്ന് ഇൻഷാ അല്ലാ കാലിക്കറ്റ് പോകാണ്ട് ഇന്ന് കുറേ പണികൾ ബാക്കി കിടപ്പുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. ഇവിടുന്ന് കാലിക്കറ്റ് പോകാണ്ട് എന്നിട്ട് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.